ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്ത് തിരുനാളിനൊരുക്കമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മെ സഹായിക്കുന്ന വക്കീലാണ്. പരിശുദ്ധാത്മാവ് an advocate, അതാണ് ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:16 എടുക്കുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ an advocate, നിന്നെ സഹായിക്കാൻ ഒരു വക്കീലിനെ ഞാൻ നിനക്ക് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വക്കീല് കേസ് വാദിക്കാനുള്ള വ്യക്തിയാണ്. കേസ് പഠിച്ച് വാദിച്ച് അവരുടെ കക്ഷിയെ അവർക്ക് വിജയം നൽകാനുള്ള വ്യക്തിയാണ് വക്കീൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവം എടുത്തു കാണിക്കുക. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവമക്കൾ അനാഥരല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ആ അനാഥബോധം വന്നേക്കാം പലതിൻ്റെയും പേരിൽ. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവമക്കൾ ആരും അനാഥരല്ല. അവർക്ക് ദൈവം കൂട്ടായി അവരുടെ കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല. സങ്കീർത്തനം 32:10, അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. പറയുന്നുണ്ട്, ദൈവസ്നേഹം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും. സങ്കീർത്തനം 27:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. പറയുന്നുണ്ട്, ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളാരും അനാഥരല്ല. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഒരു വക്കീലായിരുന്നു. അദ്ദേഹം ഒരു കേസിൽ തോറ്റുപോയി. ഇനി അതേ തുടർന്നാണ് വക്കീൽ പണി നിർത്തി. എന്നിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അതിശക്തനായ ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹം മാറിയത് നമുക്ക് കാണാൻ പറ്റും. കേസിൽ തോറ്റാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തോക്കരുത്. അതിന് നമുക്ക് ആവശ്യമായ കാര്യമാണ് പരിശുദ്ധാത്മാവ് വക്കീലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സാത്താൻ വാദിക്കും എന്നുള്ളതാണ്. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സക്കറിയ 3:1 മുതൽ വായിക്കുമ്പോൾ, സക്കറിയ 3:1 മുതൽ പ്രധാന പുരോഹിതനായ ജോഷുവായ്ക്ക് വേണ്ടി സാത്താൻ വാദിക്കുന്നത് കാണാൻ പറ്റും. അവിടെ കണ്ടൊരു കാര്യം, അവൻ മുഷിഞ്ഞ വസ്ത്രധാരിയായിരുന്നു. ഇനി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നമ്മുടെ വീഴ്ചകള്, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അവിശ്വസ്തത, ഇതെല്ലാം സാത്താൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത നമുക്കില്ല എന്ന് പറഞ്ഞ് അവൻ വാദിക്കുന്നവനായിട്ട് മാറും. അങ്ങനെ സാത്താൻ നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വാദിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സാത്താൻ്റെ മറ്റൊരു പ്രത്യേകത, പാപം ചെയ്യാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കും. ഹവ്വായെയും പ്രേരിപ്പിച്ചാണ് പാപത്തിലേക്ക് നയിച്ചത്. ഇനി ഇവൻ്റെ പ്രേരണയ്ക്ക് വശമ്മതരായി ഒരു പാപത്തിൽ വീണാൽ ഉടനെ അവൻ സ്റ്റാൻഡ് മാറ്റും, നമ്മളെ അക്യൂസ് ചെയ്യും, കുറ്റപ്പെടുത്തും. അങ്ങനെയാണ് പലരും നിരാശയിലേക്ക് വീണു പോകുന്നതും ഒരുപക്ഷെ പോയി ആത്മഹത്യ ചെയ്യുന്നതും. ഇത് സാത്താൻ്റെ തന്ത്രമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. പറയുന്നുണ്ട്, അവന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ദൈവം ദൈവമക്കൾക്ക് വേണ്ടി വാദിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, സക്കറിയ 3:2 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് ജോഷുവായ്ക്ക് വേണ്ടി സാത്താനെ ശാസിച്ചു. സാത്താൻ വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താനെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുകയാണ്, അകൃത്യം അകറ്റി വിശിഷ്ട വസ്ത്രം അവനെ ധരിപ്പിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം അകൃത്യത്തെ സൂചിപ്പിച്ചതാണ്. അതകറ്റി അവനെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം, സാത്താൻ നമ്മെ ഇന്നലയിൽ കെട്ടിയിടാൻ നോക്കും. ഇന്നലകളെക്കുറിച്ച് ഒരുപാട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അങ്ങനെ ഇന്നലയിൽ കെട്ടിയിട്ടതുപോലെ കിടക്കുക. പക്ഷെ ദൈവം
കാണിക്കുന്നത് പ്രശാന്തസുന്ദരമായ ഒരു ഭാവിയെക്കുറിച്ചാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. ജെറമിയ 31:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രത്യാശാഭരിതമായ ആ ഭാവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യാശയിൽ നമ്മെ മുമ്പോട്ട് നയിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തെങ്കിലേക്ക് നോക്കിയാണ് നാം ജീവിക്കേണ്ടത്. നമുക്കൊരു നിമിഷം നിശബ്ദതയിൽ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം. ഇന്ന് കോമൺ നിയോഗമായിട്ട് നാം വയ്ക്കുന്നത് അനീതി സഹിക്കുന്ന വ്യക്തികളെയാണ്. അനീതി സഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തുണയായി അവരുടെ കൂടെ ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നൊവേനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഒരു പുതിയ പന്തക്കുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവെ, പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ. നീറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ. പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.